സിപിഐഎം മുതിർന്ന നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും. ഇന്നലെ രാത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഫോൺ വിളിച്ച് അനുനയ നീക്കം നടത്തിയെങ്കിലും പിന്മാറ്റാൻ കഴിഞ്ഞില്ല. സുധാകരൻ പരസ്യമായ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചാൽ പിന്തുണയ്ക്കാനാണ് കോൺഗ്രസ് തീരുമാനം. രാവിലെ 11 മണിക്ക് പറവൂരിലെ വീട്ടിൽ സുധാകരൻ മാധ്യമങ്ങളെ കാണും. അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഏറെക്കാലമായി ജി സുധാകരൻ ആലപ്പുഴയിലെ CPM നേതൃത്വവുമായി നേരിട്ടൊരു ഫൈറ്റിൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇന്ന് ഒരുപക്ഷെ ഇടത് അനുഭാവികളെ CPM പ്രവർത്തകരെയൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു തീരുമാനം അദ്ദേഹം പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ വരുന്നത്. അവസാനവട്ട ചർച്ചകൾ ഇന്നലെ രാത്രിയും നേതാക്കളുടെ ഒരു പട വീട്ടിലേക്കെത്തി. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു എന്ന വിവരങ്ങളും വരുന്നു. തീരുമാനത്തിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആലോചനകളിൽ എന്തെങ്കിലും ഒരു മാറ്റം ജി സുധാകരന്റെ ഭാഗത്തുണ്ടോ? എന്താണ് ലഭിക്കുന്ന സൂചനകൾ? ഗൂഗിൾ ക്രിസ്ത്യന, എന്തായാലും ഇതുവരെ എടുത്ത തീരുമാനങ്ങളിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ട് പോകാതെ സുധാകരന്റെ പ്ലാനുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 11 മണിക്കാണ് പറവൂരിലെ നവനീതം വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടത് പാർട്ടിയുടെ അവസാന അനുനയ നീക്കമാണ്. ഏതെങ്കിലും തരത്തിൽ ജി സുധാകരനെ അനുനയിപ്പിച്ച് വാർത്താ സമ്മേളനത്തിൽ നിന്നും മത്സരത്തിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശപ്രകാരമുള്ള ഒരു കൂടിക്കാഴ്ച ഇന്നലെ രാത്രി ഏറെ വൈകി നടത്തി. അതിന് പിന്നാലെ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റും പാർട്ടി ഓഫീസിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്നിരുന്നു. പക്ഷേ ആ അനുനയം അപ്പാടെ പാളുകയാണ് ചെയ്തത്. ഇതോടെ CPMന്റെ ആത്മവിശ്വാസം അടിമുടി ഇടിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജി സുധാകരൻ പാർട്ടിക്ക് പുറത്തു പോയാൽ ഒരു പ്രശ്നവുമില്ല എന്നുള്ള വലിയ ആത്മവിശ്വാസം പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ആത്മവിശ്വാസത്തിന്റെ ഗ്രാഫ് ഇടിഞ്ഞു താഴുകയാണ് എന്നുള്ളതാണ് പാർട്ടിയെ സംബന്ധിച്ച വലിയ ആശങ്ക. കാരണം പാർട്ടി അംഗമല്ലാത്ത ജി സുധാകരൻ പാർട്ടിയെക്കുറിച്ചും പാർട്ടി നേതാക്കളെ കുറിച്ചും തുറന്നു പറയാൻ പോകുന്ന കാര്യങ്ങൾ പാർട്ടിയെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. എന്തായാലും അതിന് മുന്നോടിയായാണ് ആ ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിന്നോട്ട് തിരിക്കാനുള്ള നീക്കം. ജില്ലാ സെക്രട്ടറി അടക്കം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത അടക്കം ഇന്നലെ 7 പേരാണ് ജി സുധാകരന്റെ വീട്ടിലെത്തിയത്. അവരെ വീട്ടിനകത്തേക്ക് കയറ്റാൻ പോലും ജി സുധാകരൻ ഇന്നലെ തയ്യാറായില്ല. സാധാരണ നിലയിൽ ആര് വന്നാലും വീടിനുള്ളിൽ കയറ്റി അവരുടെ ചിത്രവും എടുത്ത് ഫേസ്ബുക്കിൽ ഇടുന്ന ജി സുധാകരനാണ്. ഇന്നലെ പാർട്ടി നേതാക്കൾ എത്തിയപ്പോൾ വീടിന്റെ വരാന്തയിൽ കസേരയിട്ടാണ് ഇരുത്തി ചർച്ച പൂർത്തിയാക്കിയത്. എന്തായാലും ഇന്ന് അദ്ദേഹം എന്തു പറയുമെന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ആ കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടത് ജി സുധാകരൻ തന്നെയാണ്. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമായിരിക്കും ഒരുപക്ഷെ ഇന്നുണ്ടാവുക. രണ്ടാമത്തെ ചോദ്യം, അങ്ങനെ സ്ഥാനാർത്ഥിയായാൽ UDF വാഗ്ദാനം ചെയ്തിരിക്കുന്ന പിന്തുണ അദ്ദേഹം സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അതിലും ഒരു വ്യക്തത അദ്ദേഹം തരണം. നിലവിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത വൃത്തങ്ങളോട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു മുന്നണിയുടെയും പിന്തുണ തേടാൻ തൽക്കാലം പ്ലാൻ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കളടക്കമുള്ള ആളുകളുമായി ജി സുധാകരൻ സംസാരിച്ചിട്ടുണ്ട്. അവർ ജി സുധാകരനെയും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് എന്താണ് അദ്ദേഹത്തിന്റെ പ്ലാൻ എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് വ്യക്തമാക്കിയേക്കും. മുന്നണികളുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട ഒന്നും ഇന്ന് പറയാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 11 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനത്തെ അതീവ നിർണായകമായി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഗൂഗിൾ, എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ട്വിസ്റ്റുകൾ ഇടതുമുന്നണിക്ക് എത്രത്തോളം തലവേദനയാകുമെന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. നാട്ടികയിൽ നിന്ന് ഇപ്പോൾ അമ്പലപ്പുഴയിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പുതിയ സംഭവ വികാസങ്ങളെന്ന് നമുക്ക് നോക്കാം. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.